അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ്. സനിസ് ആശുപത്രിയിലാണല്ലോ ഉള്ളത്. എന്താണ് അവിടുത്തെ ഒരു നില? ബന്ധുക്കൾ എന്താണ് പറയുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മുൻ പഞ്ചായത്ത് അംഗം ഇവിടെ ഉണ്ട്, ചിറയൻകീഴിലുള്ള. എന്താണ് ഇന്നലെ രാവിലെയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലേ? താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ അടക്കം ലഭിച്ചില്ല എന്ന ആരോപണമുണ്ട്. ഇന്ന് അതിരാവിലെയാണ് ഈ കുട്ടി ഉറക്കത്തിൽ കിടന്ന കുട്ടി പറയുന്നത് എന്നെ എന്തോ കടിച്ചു എന്ന് പറഞ്ഞ് ഉടൻ തന്നെ അമ്മയും അച്ഛനും കൂടി കുട്ടിയെ അടുത്തുള്ള ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയുണ്ടായി. അവിടെ നിന്ന് പെട്ടെന്ന് അത് റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ അടിയന്തര ചികിത്സ കൊടുത്തോ ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി നമ്മളൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥി കുട്ടി എന്ന് പറഞ്ഞാൽ ദിൽഷൻ എന്ന് പറഞ്ഞാൽ 8 വയസ്സായ വിദ്യാർത്ഥി അക്കാഡമിക് രംഗത്തും കലാകായിക രംഗത്തും മികച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ പ്രദേശത്ത് തന്നെ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ദിൽഷൻ. ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആൻറ്റിവെനം നൽകാൻ അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റ ഒരു പ്രാധാന്യം നൽകിയില്ലെന്ന് കുട്ടിയുടെ അച്ഛൻ ദിലീപ് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആൻറ്റിവെനം ഉണ്ടെന്നാണ് ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും അവിടെ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഈ എന്തോ കടിച്ചെന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷം പാമ്പാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ആദ്യം രാവിലെയാണ് നാട്ടുകാരെല്ലാം വന്ന് പരിശോധിച്ചപ്പോൾ ആ വീടിനകത്ത് പാമ്പുണ്ടായിരുന്നു. കുട്ടി പാമ്പാണ് കടിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നില്ലേ? ഉണ്ടായിരുന്നു. തീർച്ചയായും അവിടെ ഒരു പ്രാധാന്യം കുട്ടി കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ പാമ്പുകളുടെ ശല്യം പൊതുവെ ഉള്ള ഒരു ഏരിയയാണ്. ആ പ്രദേശം ഒരു വിജനമായ ഒരു പ്രദേശത്താണ് ഇവർ കിടക്കുന്നത് തന്നെ. ഇവരെ പൂർവികന്മാരാൽ കുറച്ച് നാളുകൊണ്ട് താമസിക്കുന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ആ വസ്തുവിൻ്റെ ജന്മികൾ ഇവർക്ക് 4 സെൻറ്റ് ഭൂമി അടപടിയായിട്ട് ഇപ്പോൾ എഴുതി കൊടുത്തതേ ഉള്ളൂ. അവിടെയാണ് ഇവർ ഒരു കൂടമാതിരി വളഞ്ഞ് ആ കൂടത്തിനകത്താണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വെച്ചാണ് ഈ പാമ്പ് കടി ഏറ്റത്. പ്രദേശം പൊതുവെ പാമ്പുകൾ നിറഞ്ഞ പ്രദേശമാണ്. ആ പ്രദേശത്ത് ആകമാനോട് അണലി കൊണ്ടുള്ള ഒരു വ്യാപകമായി അണലികളും പാമ്പുകളും ഉള്ള ഒരു മേഖലയാണ്. ഈ ചൂടുകാലമായതുകൊണ്ടും അതെ, തീർച്ചയായും ചൂടുകാലം ആയതുകൊണ്ട് തൊട്ടടുത്ത് തീരദേശ പ്രദേശം കൊണ്ടാണ് കായലും തോടും ചേർന്ന പ്രദേശമാണ്. അവിടെ 100 മീറ്റർ അകലെ കായലും തോടും ഉണ്ട്. ആ പ്രദേശത്ത് മാറിയാണ് ഇവർ 100 മീറ്റർ മാറിയാണ് ഇവർ താമസിക്കുന്ന പ്രദേശം. ഈ ആശുപത്രി പ്രാഥമികമായിട്ട് ചികിത്സ നൽകിയില്ലെന്നൊരു ആരോപണമുണ്ടല്ലോ, അതിലെന്തെങ്കിലും നടപടിയുണ്ടോ? ആരോപണം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം അറിയാൻ കഴിഞ്ഞത്. ഇവിടെ തന്നെ നമ്മൾ ഫോൺ വഴി ബന്ധപ്പെട്ട DMOയ്ക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം നമ്മൾ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതേ സനീഷ്, അത്തരത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ഈ പാമ്പുകടി ഏറ്റ ഉടനെ തന്നെ കുഞ്ഞ് ഞെട്ടി ഉണർന്ന് കരയുകയുണ്ടായി. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കുഞ്ഞിത്തരത്തിൽ തന്നെ പാമ്പ് കടിച്ചതാണ്, വലിയ എന്തോ തൻ്റെ കാലിലൂടെ പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കഫമടക്കം ഛർദ്ദിച്ച ഒരവസ്ഥയായിരുന്നു. ദൃശ്യങ്ങൾ 2ആയി കാണുന്നുണ്ടായിരുന്നു, തല കറങ്ങുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കുഞ്ഞ് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാധാന്യം നൽകിയില്ല. പ്രാഥമിക ചികിത്സ നല്ല രീതിയിൽ കുഞ്ഞിന് ലഭിച്ചില്ല. പിന്നീട് ശരി, നന്ദി സനിസ വിവരങ്ങൾക്ക്.